തള്ളയുടെ കെയർ ഓഫില് നീയും കണ്ടമാനം ഉരുട്ടി വിഴുങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. തിന്നു സുഖിച്ച് ഇവിടെ ഇങ്ങനെ അർമാദിച്ച് കഴിയാന്ന് വിചാരിക്കണ്ട. അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്? ഞാന് ആ തീരുമാനത്തിന് മാറ്റം വരുത്താൻ പോവാ. നീ നിമിത്തം കഷ്ടങ്ങളും നഷ്ടങ്ങളും മാത്രമേ ഈ വീടിനുണ്ടായിട്ടുള്ളൂ. പെണ്ണുങ്ങളായ ഒന്നെങ്കിൽ മാനം വേണം, അല്ലെങ്കിൽ ധനം വേണം. നിന്റെ കാര്യത്തിൽ ഇത് രണ്ടും ഇല്ല. പേരിനൊരു മരുമോള്, എന്തിനാ തിന്നു മുടിക്കാനായിട്ട് ഇങ്ങനെ ഒരെണ്ണം? അതുകൊണ്ട് തള്ള പോകുമ്പോ നീയും കൂടെ അങ്ങ് പൊയ്ക്കോ. അതിനുള്ള ഒരുക്കം തുടങ്ങ്. അയ്യോ അമ്മേ, ഞാൻ ഇനി നീ ഇങ്ങോട്ട് വരണോ വേണ്ടയോന്ന് എനിക്കൊന്ന് ആലോചിക്കണം. തീരുമാനം പിന്നെ അറിയിക്കാം. അപ്പോ രമേശ് ചേട്ടൻ? രമേശൻ ഇവിടെ, നീ അവിടെ. ഓ, എന്തൊരു ഭർതൃസ്നേഹം! നിന്നെ കൊണ്ട് എന്താടി അവനൊരു ഗുണം? ദേ, ഞാൻ വല്ലതൊക്കെ പറയേ. എന്നെ എന്തിനാ മുല്ലമുറ്റത്തേക്ക് പറഞ്ഞു വിടുന്നേ? അമ്മയെ നോക്കാൻ ഇനി അവിടെ ഗംഗയുണ്ടല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ട് വന്നോളാം. പോയിട്ട് വരണ്ട, ഒരു പോക്കങ്ങ് പോയാ മതി. കുടുംബം അടച്ചിട്ടതിന്റെ പേരിൽ എല്ലാവർക്കും ചൊറിച്ചിലായിരുന്നല്ലോ. അത് വേണ്ട. അമ്മയും മകളും കൂടി സസുഖം അങ്ങ് താമസിച്ചാട്ടെ. 3 പേരുടെ ചെലവും തള്ളയുടെ ചികിത്സക്കുള്ള വകയെ എങ്ങനെ നടക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. അടുക്കളക്കകത്ത് തനിയെ ചോറും കറിയൊന്നും ഉണ്ടാവില്ല. കയ്യില് കാശ് വേണം. രമേശ സഹായിക്കുന്നു വിചാരിക്കണ്ട. അവനെ ആ വഴിക്ക് ഞാൻ വിടില്ല. പട്ടിണിക്ക് കിടന്ന് നരകിക്കണം. എങ്കിലും നിന്റെയൊക്കെ അഹങ്കാരം തീരും. ഒരു കാര്യം ചെയ്യേ, തള്ളേ മുറിയിൽ അടച്ചിടണ്ട, അഴിച്ചുവിട്. നാട് നീളെ തെണ്ടി അങ്ങ് നടന്നോളും. നിന്റെ മുടിഞ്ഞ കരച്ചിൽ കാണുമ്പോ എനിക്ക് കാല് കയറി വരുന്നുണ്ട്. എങ്ങനെ ഗുണം പിടിക്കും? എടി, പെണ്ണുങ്ങളായ കൊറേയൊക്കെ വകതിരിവ് വേണം, കഴിവ് വേണം. ഇത് ചുമ്മാ വാഴപ്പിണ്ടി പോലെ. ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മ? നീ ഒന്നും ചെയ്യുന്നില്ല, അത് തന്നെയാ കാര്യം. പെട്ടിയും പ്രമാണമൊക്കെ ഒരുക്കി വെക്ക്. ഞാൻ പറയാം എപ്പ ഇറങ്ങണമെന്ന്. അയ്യോ, അമ്മയ്ക്കുള്ള കാപ്പി. കാപ്പി എന്തിയേ? വിശക്കുന്നു, കഴിക്കാന്താ? എനിക്ക് വയറ് വിശക്കുന്നു, വല്ലതും താ. വിശന്നിട്ട് വയ്യ എനിക്ക്. വല്ലതും പോയി എടുത്തോണ്ട് വാ. അമ്മ, ഈ കൊണ്ടുവന്ന ചോരത്ര ഉണ്ണുന്നുണ്ടോ? അതോ ബാങ്കിൽ ജോലി തിരക്കാണെന്നും പറഞ്ഞ് പകുതി കളയോ? ആർക്കറിയാം. ശകലം ചോറ് പോലും കളയാതിരിക്കാൻ വേണ്ടിയിട്ടാ പൊതികെട്ടി തരണമെന്ന് പറയുന്നു. എത്ര വിശപ്പില്ലെങ്കിലും പൊതി അങ്ങോട്ട് തുറക്കുമ്പോ വാട്ടിയ വാഴയിലയുടെയും ചോറിന്റെയും ചമ്മന്തിയുടെയും ഒക്കെ ചേർന്നൊരു മണം ഇങ്ങോട്ട് വരും. അപ്പൊ വിശപ്പ് താനേ വരും രുക്മിണി. പൊതിച്ചോറിന്റെ സ്വാദ് അനുഭവിച്ചുണ്ണുമ്പോ പണ്ട് സ്കൂളിൽ പഠിച്ച കാലം ഓർമ്മ വരുവോടോ. അതോടെ ഉച്ച ഊണ് കുശാൽ. കേട്ടിട്ട് എന്റെ വായിലും വെള്ളം ഊറുന്നു. അതാണ്. അല്ല, നിങ്ങളുടെ ബാങ്കിൽ മാത്രം എന്താ ഇത്ര പിടിപ്പത് പണി? എന്നും തിരക്ക് തന്നെ. എല്ലാ ബാങ്കുകളിലും ഇപ്പൊ ജോലിയുണ്ട് രുക്മിണി. സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതികളെല്ലാം ബാങ്ക് വഴിയല്ലേ.
പുതിയ ഇടപാടുകൾ ദിവസവും വരുന്നുണ്ട്. ഗ്യാസ് കണക്ഷന്റെ ബഹളം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അപ്പൊ ഇൻഷുറൻസ് ആയി. എല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. എന്ന് കരുതി അധിക പണി ചെയ്യണമെന്നൊന്നുമില്ല. അധിക പണിയല്ല രുക്മിണി. കുട്ടികളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്നത് അധ്യാപകരുടെ ജോലിയുടെ ഭാഗമാണ്. അവരത് ചെയ്യണം. ഞങ്ങൾ ടിക്കറ്റ് കൊടുക്കേയുള്ളൂ, പൈസ വാങ്ങില്ല എന്ന് ബസ് കണ്ടക്ടർമാർ പറഞ്ഞാൽ എന്താവും? അതുപോലെ ബാങ്കുമായി ബന്ധിപ്പിച്ച് സർക്കാർ ഏർപ്പെടുത്തുന്ന പുതിയ സംരംഭങ്ങളെല്ലാം ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതിനാ ശമ്പളം തരുന്നത്. അയ്യോ, ഞാൻ വാദിക്കാനില്ലേ. വാദിക്കണമെന്ന് ആര് പറഞ്ഞു? അതെ, മറ്റൊരു കാര്യം ചോദിക്കണോന്നോർത്താ ഞാൻ ഇങ്ങോട്ട് വന്ന്. ആ പഞ്ചായത്ത് മെമ്പറെ പിന്നെ കണ്ടോ? ഇല്ല. അയാൾ ഇടപെട്ടിട്ടും ബാഹുലേന്റെ ഭാഗത്ത് നിന്ന് അനക്കമൊന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ വിചാരിച്ചത് ഉടനെയൊക്കെ നടപടി ഉണ്ടാവുമെന്ന്. അങ്ങനെ ഇങ്ങനെ ഒന്നും വഴങ്ങുന്നവനല്ല ബാഹുലേയൻ. അടിസ്ഥാനപരമായി അയാൾ ആളാകെ പെശകാണ്, പോരാത്തതിന് അത്യാഗ്രഹിയും. പിന്നെ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ പരിഗണിക്കണം. പാർട്ടിയും രാഷ്ട്രീയവും നോക്കാതെ ആരും ഒന്നും ചെയ്യില്ല. ആത്യന്തികമായിട്ട് വോട്ടിലാണല്ലോ എല്ലാ രാഷ്ട്രീയക്കാരുടെയും കണ്ണ്. അന്ന് അനുകൂലമായിട്ടല്ലേ മെമ്പർ സംസാരിച്ചത്? ആ, അതൊക്കെയാണ്. എന്നാലും ഞാൻ മെമ്പറെ കണ്ട് ഒന്നുകൂടെ സംസാരിക്കാം. ആവശ്യം നമ്മുടേതല്ലേ. സമ്മർദ്ദം ഉണ്ടെങ്കിലേ പൊതുപ്രവർത്തകർ ഏതു കാര്യത്തിലും മുന്നിട്ടിറങ്ങും. മെമ്പർ പറഞ്ഞിട്ടും ബാഹുലേയും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഗംഗ മുല്ലമുറ്റത്ത് കയറി താമസം തുടങ്ങട്ടെ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ ബലമായി താമസിക്കാന്ന് വെച്ചാൽ എന്തായാലും ഒരു പെൺകുട്ടിയല്ലേ. അതിനാ നാട്ടുകാരുള്ളത്. 10 പേരെന്തായാലും ഗംഗയുടെ കൂടെ നിൽക്കാൻ കാണും. ആളുകളുടെ പിൻബലം ഉണ്ടെന്ന് കാണുമ്പോ മെമ്പറും സൈഡ് പിടിക്കും. പിന്നെ ഒറ്റയ്ക്ക് ബാഹുലേനെ എതിർത്തിട്ട് എന്താ? തന്നെയുമല്ല, അയാളുടെ കുടുംബമല്ല മുല്ലമറ്റത്ത്, ഗംഗയുടെയാ. അതുകൊണ്ട് ന്യായം ആ കുട്ടിയുടെ ഭാഗത്താ. ഞാൻ എന്തായാലും മെമ്പറെ ഒന്ന് കാണട്ടെ. ഉമയും ഗംഗ എവിടെ? അപ്പുറത്തുണ്ട്. എന്നാൽ ഞാൻ അറിയട്ടെ. നമസ്കാരം. നമസ്കാരം. കാപ്പിക്കേ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാ, ഒന്നും വേണ്ട. ഒന്നും വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല. അല്ലെങ്കിലും സാറിവിടെ കാണുമെന്നറിയാം. വീട് ബാങ്ക്, ബാങ്ക് വീട്, അതാണല്ലോ ഭാര്യർ സാറിന്റെ ഒരു ദിനചര്യ. ഏത് മുഖത്തെന്താ ഒരു വിളർച്ച പോലെ? സുഖമില്ലയോ? അസുഖമൊന്നുമില്ല. ശ്രദ്ധിക്കണം. ഒരു ജലദോഷം വന്നാ പോലും സൂക്ഷിക്കേണ്ട കാലമാ. എലിപ്പനിയും ഡെങ്കിയൊക്കെ പോയിട്ട് ഇപ്പോ കരിമ്പനിയും തക്കാളിപ്പനിയും ഒക്കെ പുതിയ ബ്രാൻഡ്. കലികാലം. നമുക്കകത്തോട്ടിരിക്കാം. വന്നാട്ടെ. ആയിക്കോട്ടെ. ഞാൻ ഈ ഷൂ അത് കിടന്നോട്ടെ. അങ്ങോട്ട് ഇരുന്നാട്ടെ. ചായ ഇടട്ടെ? വേണ്ട വേണ്ട, ഭംഗിവാക്കല്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. വാരുത് സാർ, ഇരുന്നാട്ടെ. വീട് സൂക്ഷിക്കുന്ന കാര്യത്തിലെ ചേച്ചിയും സൗദാമിനി ഒരുപോലാണെന്ന് തോന്നുന്നു. നല്ല അടുക്കും ചിട്ടയും. ഞാനല്ല, ഉമയൊക്കെ അടിച്ചു വരിയിടുന്നേ. ഇപ്പൊ പിന്നെ ഗംഗയുണ്ടല്ലോ. അത് ശരിയാ. എവിടെ രണ്ടുപേരും? മുറിയിലുണ്ട്. കാര്യം എന്തൊക്കെയാണെങ്കിലും ഒരു വീടായാൽ പെമ്മക്കള് വേണം. അതിന്റെ ഐശ്വര്യം ഒന്ന് വേറെയാ. മുറ്റമടിക്കാനായാലും
4 ചെടി നട്ടുപിടിപ്പിക്കാനായാലും പൂജാമുറി ഒരുക്കാനാണെങ്കിലും പെൺകുട്ടികൾ തന്നെ വേണം. ആ വൃത്തിയും വെടുപ്പും മറ്റാര് ചെയ്താലും ഉണ്ടാകത്തില്ല. എനിക്കൊരു മോനാണെങ്കിലും മോളില്ലാത്ത ഒരു കുറവ് നികത്തുന്നുണ്ട് നമ്മുടെ ഗീത. ഞാനും സൗദാമിനിയും ഗീത മോളെ അങ്ങനെ തന്നെ കണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം. വാര്യർ സാറ് ബാങ്കിൽ പോകുന്നതിന് മുമ്പ് കാണാമെന്ന് വിചാരിച്ചാ ഞാൻ ഈ സമയത്ത് വന്നത്. ഇന്നലെ വീട്ടിലുണ്ടായ സംഗതികളുടെ പേരിൽ എന്നോട് പരിഭവം കാണുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ആർക്കായാലും പരിഭവം തോന്നും, അത് തെറ്റല്ല. പ്രത്യേകിച്ച് എന്റെ മരുമകളുടെ കുടുംബവുമായി ആത്മാർത്ഥമായ അടുപ്പമുള്ള സാറിനെ പോലെ ഒരാൾക്ക് പിണക്കം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എനിക്ക് ഗംഗയോട് സ്നേഹക്കുറവൊന്നുമില്ല. ഇളയ മകളുടെ സ്ഥാനത്താണ് ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. ഇന്നലെ വീട്ടിൽ കയറ്റാതിരുന്നതും സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഒരു ഷോക്ക് കൊടുത്തതാണ്. അവൾ ചെയ്ത പ്രവൃത്തി മൂലം ഉണ്ടായ ആഘാതങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. ഒരു പെൺകുട്ടിയുള്ള നിങ്ങളും അത് മനസ്സിലാക്കണം. മറ്റെല്ലാം വിട്ടേക്ക്. മാധവ മാഷ്ട കാര്യം മാത്രം ഒന്ന് ആലോചിക്കുക. ഇത്രയും ബഹുമാന്യനും ആദർശവാദിയുമായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേയില്ല. വലിയ പോലീസ് കളിച്ചു കിടക്കുന്ന ഞാൻ പോലും മാഷിന്റെ മുമ്പിൽ വിനയം വിട്ട് പെരുമാറിയിട്ടില്ല. അതായിരുന്നു ആ വ്യക്തിത്വം. അങ്ങനെയുള്ള മാഷിന്റെ മരണം ഒരു തീരാ നഷ്ടമാണ്. ഈ വീടിന് മാത്രമല്ല, നമ്മുടെ നാടിനും. 60 വയസ്സായിട്ടില്ല. അതിനു മുമ്പ് ജീവൻ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു ആ പാവത്തിന്, ഈ ഒരൊറ്റ മകൾ നിമിത്തം. അതോടെ ആ കുടുംബം ശിഥിലമായി പോയില്ലേ? എത്ര പേരാണ് അതിന്റെ യാതന അനുഭവിക്കുന്നത്? അത് തിരിച്ചറിയണം ഗംഗ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നലെ അത്തരത്തിൽ പെരുമാറിയത്. ആ കുട്ടിയും ഇപ്പറഞ്ഞ യാതനകളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ. അത് കർമ്മഫലം എന്ന് കരുതി നമ്മൾ കയ്യും കെട്ടി നിന്ന് എല്ലാത്തിനും അവളെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ തെറ്റ് ചെയ്യുന്ന ഒരാളെയും ശിക്ഷിക്കാൻ വകുപ്പില്ലാതെ വരില്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആവശ്യമില്ലാതാകും. അതുകൊണ്ട് നമ്മൾ വേണ്ടപ്പെട്ടവര്, അതായത് ബന്ധുക്കൾ, ആ കുട്ടിയെ തിരുത്താൻ മുൻകൈയെടുക്കണം. ഒക്കെ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ ഫലം? ഗംഗ കാണിച്ചത് ശരിയാണെന്ന് ഞങ്ങൾക്കും അഭിപ്രായമില്ല. ഇങ്ങനൊക്കെ വന്നു ഭവിക്കുമെന്ന് അവളും പ്രതീക്ഷിച്ചിട്ടില്ല. പക്വതയില്ലാത്തൊരു കുട്ടിയുടെ അവിവേകമായിട്ട് കണ്ട് ക്ഷമിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ക്ഷമിച്ചുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഞാനും എന്റെ കുടുംബവും തീരെ മനസാക്ഷിയില്ലാത്തവരല്ല, വളച്ചു കെട്ടുന്നില്ല. ഗംഗയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാനിപ്പോ. ഗംഗയെ എങ്ങോട്ട് കൊണ്ടുപോവാൻ? എന്റെ വീട്ടിലേക്ക്. കൊണ്ടുപോയിട്ടേ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനല്ല. അവൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കട്ടെ. സാറേ, അതേന്ന്. ശാരദയടത്തെയും ഗംഗയും അക്ഷരാർത്ഥത്തിൽ അനാഥരായിരിക്കുക. ഗീതയുടെ ബന്ധുക്കളായി ഞങ്ങളുള്ളപ്പോ അവരെ അങ്ങനെ അങ്ങ് വിധിയുടെ വഴിക്ക് വിടുന്നത് ശരിയല്ല. ഞങ്ങൾക്കത് കുറച്ചില്ല. മൊത്തത്തിൽ ആലോചിച്ചപ്പോ ഗംഗ ചേച്ചിയുടെയും അമ്മയുടെയും കൂടെ നിൽക്കുന്നതാണ് ഉചിതമെന്ന് തോന്നി. അങ്ങനെ ഈ തീരുമാനത്തിലെത്തി. എവിടെയാള്? ചെന്ന് നോക്കി രുക്മിണി. സന്തോഷമായി മകനെ സാറേ, തുറന്നു പറയാലോ. ഇതിപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. നീ ആദ്യം പറഞ്ഞപ്പോ എനിക്കത്ര സീരിയസ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഇപ്പൊ എനിക്കും ആശങ്ക തോന്നുന്നു. ഗിരിയുടെ കാര്യമാണ്. ദിവസങ്ങൾ ഇത്രയായിട്ടും പുള്ളിക്കാരനൊന്ന് കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം എന്തോ സാരമായ കുഴപ്പമുണ്ടെന്നല്ലേ? അപ്രിയമായ കാര്യമാണ്.
എന്ന് വെച്ച് നമുക്ക് ആലോചിക്കാതിരിക്കാൻ കഴിയുമോ? കുഴപ്പമെന്ന് നീ ഉദ്ദേശിച്ചത് എന്താ? അസുഖമാവാം, ആക്സിഡന്റ് ആവാം. കുഴപ്പമെന്ന് നീ ഉദ്ദേശിച്ചത് എന്താ? അസുഖമാവാം, ആക്സിഡന്റ് ആവാം. സാധ്യതകൾ ഞാൻ പറഞ്ഞതാ ഗംഗെ. എന്താണെന്നറിയ ഒരു നിവൃത്തിയില്ലല്ലോ. ഒരു കോണ്ടാക്ട് നമ്പർ കൂടി ഇല്ല. മോളെ ഗംഗേ, നിങ്ങൾ എവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ കൊറേ വിളിച്ചു. ഞങ്ങള് കാപ്പിയെടുത്ത് കഴിച്ചോളാം അമ്മേ. അതല്ല, പുറത്താരാ വന്നിരിക്കുന്നറിയോ? രമേശന്റെ അച്ഛൻ. എസ് ഐയോ? ആ, അയാളെന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇന്നലത്തെ ബാക്കി പറയാനാണോ? ഞങ്ങളും അങ്ങനെ വിചാരിച്ചത്. പക്ഷേ പുതിയൊരു തീരുമാനമായിട്ടാ വന്നിരിക്കുന്നേ. ഗംഗയെ കൊണ്ടുപോവാത്രേ. എങ്ങോട്ട്? അവരുടെ വീട്ടിലേക്ക്. ശാരദേച്ചി അവിടെ ഉണ്ടല്ലോ. പുള്ളിക്കാരൻ എങ്ങനെയാ? ഉടക്കിന്റെ ഭാഷയിലാണോ സംസാരിക്കുന്നത്? അല്ല, സ്നേഹത്തിലോ അടുപ്പത്തിലോ എന്തോ മനംമാറ്റം ഉണ്ടായിട്ട് വന്നതാ. ചെയ്തത് ശരിയായില്ലെന്ന് തോന്നലുണ്ടായി കാണും. എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലോ നല്ല വശങ്ങൾ. ഇത് പക്ഷെ അങ്ങേരുടെ മനസ്സിന്റെ നന്മ കൊണ്ടുള്ള തീരുമാനമല്ല, കാര്യം വേറെയാ. അതെന്താ? അച്ഛൻ പഞ്ചായത്ത് മെമ്പറെ കണ്ട് സംസാരിച്ചിരുന്നില്ലേ? അദ്ദേഹം ഇടപെട്ടതാണ്. ശക്തമായ ഭാഷയിൽ അയാൾ സംസാരിച്ചു കാണും. ഗത്യന്തരമില്ലാതെ പുറപ്പെട്ടു പോകുന്നതാണ് എസ് ഐ. സ്വമനസാലുള്ള വരവാണെങ്കിൽ രമേശേടന്റെ അമ്മയോ ഗീതയേച്ചിയോ കൂടെ കാണേണ്ടതല്ലേ? അതല്ലേ അതിന്റെ മര്യാദ. നല്ല വിചാരത്തിലാണെങ്കിൽ ഗംഗയ്ക്ക് മുല്ലമുറ്റത്ത് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ശാരദ ആന്റിയും കൊണ്ടുവരാം. അതിന് തയ്യാറാവാതെ ഇവളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തിൽ എനിക്കെന്തോ സംശയം തോന്നുന്നു. ഗംഗയുടെ അഭിപ്രായം എന്താ? എനിക്കൊന്നും അറിഞ്ഞൂടാ ഉമ്മേ. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് അവർക്ക് മറ്റെന്തോ ഉദ്ദേശം ഉണ്ടെന്ന് കരുതണം. അല്ലെങ്കിൽ ഇങ്ങനൊരു നിറമാറ്റം ഉണ്ടാവില്ല. എന്തുദ്ദേശമെന്നാ നീ പറയുന്നേ? എസ് ഐയും ഭാര്യയും ചേർന്ന് ഇവളെ ദ്രോഹിക്കും, അല്ലാതെന്താ? ആ സ്ത്രീയെ കുറിച്ച് നമുക്ക് ഏറെക്കുറെ അറിയാലോ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ജാതിയാണ്. മാഷങ്ങള് വീർപ്പുമുട്ടി നിന്ന സമയത്ത് സ്ത്രീധനത്തിന് വേണ്ടി ഗീതയേച്ചി ഇറക്കി വിട്ടത് ആ സ്ത്രീയാ. ഗംഗ മറന്നുപോയോ? ഇത് ഇവളെ കഷ്ടപ്പെടുത്താനുള്ള പദ്ധതി തന്നെയാ. ഉമ പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു മോളെ. അങ്ങോട്ട് പോവാൻ എനിക്ക് ഒട്ടും മനസ്സില്ല ആന്റി. അവിടെ ശരിയാവില്ല. ഇതുവരെ നടന്നതെല്ലാം ക്ഷമിക്കാൻ തയ്യാറായി മാനസാന്തരപ്പെട്ട് വന്നതല്ലേ എസ് ഐ? ഗംഗയ്ക്ക് ശാരദാന്റിയോടൊപ്പം മുല്ലമുറ്റത്ത് താമസിക്കാനാണ് താല്പര്യമെന്ന് അമ്മ ചെന്നറിയിക്ക്. അതിനുള്ള ഏർപ്പാടുണ്ടാക്കാൻ പറ. അത് ശരിയാ. ഗംഗയുടെ അഭിപ്രായമായിട്ട് ഞാനിത് ചെന്ന് പറയാം. അതാ നല്ലത്. അതിന് പുള്ളിക്കാരെ സമ്മതിക്കുമേ? നല്ല ഉദ്ദേശത്തോടെയാണ് വന്നതെങ്കിൽ സമ്മതിക്കും. എന്താന്നറിയട്ടെ. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായ ആദ്യം ചെയ്യേണ്ടത് അമ്മയ്ക്ക് മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഒരു നല്ല ഡോക്ടറെ തന്നെ കാണിക്കണം. അത് കഴിഞ്ഞു മതി മറ്റെന്തും.
വരുന്നില്ലെങ്കിൽ വേണ്ട. അത് ഗംഗയുടെ ഇഷ്ടമല്ലേ? നമ്മളായിട്ട് നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ. ഗംഗയുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. മനസ്സിലുള്ളത് ഇങ്ങനെ തുറന്നു പറയുന്നവരെ എനിക്കിഷ്ടമാണ്. ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമേ വേറെ അഭിപ്രായം പറയുന്നവരെയാണ് സൂക്ഷിക്കേണ്ടത്. ഏത് തർക്കമോ നിഷേധമോ ആയിട്ടല്ല ഗംഗമോൾ സംസാരിച്ചത്. അതെനിക്ക് മനസ്സിലായി സാറേ. ഒന്നാലോചിച്ചാല് മോള് പറഞ്ഞതല്ലേ ശരി. സ്വന്തം തറവാട് ഒഴിഞ്ഞു കിടക്കുമ്പോ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കേണ്ട കാര്യമുണ്ടോ? യുക്തിയാണത്.